മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 5 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിന് ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുനാഥൻ ഇന്ന് നമ്മളെ ബെത്സൈദ കുളക്കരയിലെ രോഗിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. അവൻ വർഷങ്ങളായിട്ട് ആ കുളക്കരയിൽ കിടക്കുകയാണ്. അവന് ഒരേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, എന്നെങ്കിലും തനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ കുളം മാലാഖ കലക്കുമ്പോൾ ആ കുളത്തിലേക്ക് ഇറക്കാൻ തളർവാദ രോഗിയായ തന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം. വർഷങ്ങളായിട്ട് അവൻ കാത്തു കിടക്കുകയാണ് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി. ഇതുപോലെ തമ്പുരാൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർക്കൊക്കെ സൗഖ്യം വാങ്ങി കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനെ ഈശോ കണ്ടറിഞ്ഞ് സഹായിച്ചതുപോലെ സഹായിക്കാൻ നമുക്കും സാധിക്കും. ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയാണോ ഞാൻ? എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സൗഖ്യം ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ബെത്സൈദ കുളക്കരയിൽ പ്രതീക്ഷയോടുകൂടെ ഞാൻ ആയിരിക്കുകയാണെങ്കിൽ കർത്താവ് അതിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴോ മറ്റ് പ്രാർത്ഥനയുടെ സമയത്തോ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ആ ബെത്സൈദ കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ പ്രതീക്ഷ നമുക്ക് വേണം. അവിടെ കർത്താവ് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ. നമ്മളെ സഹായിക്കാനായിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും കടന്നു വന്നിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, ഒരുപക്ഷെ സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവും. അവരെ തമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അവർക്കും സൗഖ്യം കിട്ടും. ആയതിനാൽ പ്രായോഗികമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കാം. ഈശോ കടന്നു വരും. ബെത്സൈദ കുളക്കരയിൽ ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് സൗഖ്യം നൽകും. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയെ സൗഖ്യം പ്രാപിക്കാനായിട്ട് ആ കുളക്കരയിലേക്ക് അവനെ ഇറക്കാൻ ആളില്ലാതിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. നമുക്കും മറ്റുള്ളവരെ സൗഖ്യം പ്രാപിക്കാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഈശോയുടെ ഒരു ധ്യാനത്തിലേക്ക് ഒരു സഹോദരനെ നമ്മൾ പറഞ്ഞു വിട്ടാൽ അത് തന്നെയാണ് സൗഖ്യത്തിനുള്ള വഴി. അത് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ സാധിക്കട്ടെ. പ്രായോഗികമായി നമുക്ക് തീരുമാനിക്കാം, ആരെയെങ്കിലും തമ്പുരാൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ, തമ്പുരാൻ്റെ സൗഖ്യം വാങ്ങി നൽകുവാൻ എന്നെ ഉപകരണമാക്കണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസാദവരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.